Hello, greetings to all. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മെഷീൻ ഡ്രോയിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതെന്ന് പറയുന്നത് ഏപ്രിൽ 2019 മെഷീൻ ഡ്രോയിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിൻ്റെ സബ്ജക്റ്റ് കോഡ് എന്ന് പറയുന്നത് TED 15-30-24 അതുപോലെ റിവിഷൻ 2015 മെഷീൻ ഡ്രോയിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ കുറേ നോട്ട് ഫ്രണ്ടിൽ ഉണ്ടാവും. ആദ്യം ഇതെന്ന് പറയുന്നത് ഏതെങ്കിലും എല്ലാ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഡ്രോയിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്തുള്ള ഡയമെൻഷൻസ് എല്ലാം MML-ആയിരിക്കും. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനാണ്. മിസ്സിംഗ് ഡേറ്റ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അസ്യൂം ചെയ്യുക. തന്നിരിക്കുന്ന ഡ്രോയിങ് ഷീറ്റ് നമുക്ക് വരയ്ക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ഡ്രോയിങ് ഷീറ്റിൻ്റെ രണ്ട് സൈഡ് ഉപയോഗിക്കാം. സ്കെച്ചസ് ഇതിനോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ നോട്ടായിട്ട് തന്നിട്ടുണ്ട്. ഇനി ഫസ്റ്റ് യൂണിറ്റിൽ രണ്ട് ക്വസ്റ്റ്യനാണുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 vertical metal plates each of 29 mm are bolted by means of M20 bolt, a nut and a washer. Draw the sectional views of the assembly showing the plates in section. Take length of bolt is 85 mm and length of thread of bolt is 40 mm. ഇത് ഒരു 15 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ M20 ബോൾട്ട് തന്നിട്ടുണ്ട്. ആ ബോൾട്ട് ഉപയോഗിച്ച് ബോൾട്ടും നട്ട് ഉപയോഗിച്ചിട്ട് 29 mm തിക്നെസ് ഉള്ള രണ്ട് പ്ലേറ്റിനെ നമ്മൾ ജോയിൻ ചെയ്യണം. അപ്പോൾ അവിടെ വാഷർ ഉപയോഗിക്കണം. ബോൾട്ടിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 85 mm ആണ്. അതുപോലെ ത്രെഡ് പോർഷൻ്റെ ബോൾട്ടിൻ്റെ ത്രെഡഡ് ഏരിയയുടെ ലെങ്ത് തന്നിട്ടുണ്ട് 40 mm. അപ്പോൾ ഇത് നമുക്കൊരു അസംബ്ലി ആയിട്ട് വരയ്ക്കണം. ഇതിനുള്ള മാർക്കെന്ന് പറയുന്നത് 15 മാർക്കാണ്. ഇതിൻ്റെ ചോയ്സായിട്ട് ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത് draw the sectional elevation and plan of double riveted lap joint which is zigzag type for joining plates of thickness 12 mm. Show at least 3 rivets in plan and indicate all dimensions in terms of diameter of rivet. Use snap head rivets. അപ്പോൾ ഇത് അതിൻ്റെ ചോയ്സാണ്. അപ്പോൾ ഫസ്റ്റ് ഒരു നട്ടും ബോൾട്ടും പ്ലേറ്റ് അസംബ്ലിയാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഒരു റിവറ്റ് എന്താണ് ലാബ് ജോയിൻറ്റ് ഡബിൾ റിവറ്റഡ് ലാബ് ജോയിൻറ്റ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് 6 ടൈപ്പ്. അതിൻ്റെ പ്ലേറ്റിൻ്റെ തിക്നെസ് ഒക്കെ തന്നിട്ടുണ്ട്. സ്നാപ്പ് ഹെഡ് റിവറ്റ് വെച്ചിട്ട് അത് വരയ്ക്കണം. ഇത് രണ്ടും എന്താണ് 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിലേതെങ്കിലും ഒരെണ്ണം ആൻസർ ചെയ്യണം. രണ്ടാമത്തെ യൂണിറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഐസോമെട്രിക് വ്യൂ ഓഫ് നക്കിൾ ജോയിൻറ്റ് ഈസ് ഷോൺ ഇൻ ഫിഗർ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഡ്രോ ദ ടോപ്പ് ഹാഫ് സെക്ഷണൽ എലിവേഷൻ ആൻഡ് എൻഡ് വ്യൂ ഫ്രം ലെഫ്റ്റ് സൈഡ്. അപ്പോൾ ഇതിൽ നമുക്ക് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നക്കിൾ ജോയിൻ്റെ ഐസോമെട്രിക് വ്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നക്കിൾ ജോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ടോപ്പ് ഹാഫ് സെക്ഷനായിട്ടുള്ള ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. അതുകൂടാതെ ലെഫ്റ്റ് സൈഡ് വ്യൂ, ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് വ്യൂവും വരയ്ക്കണം. ഈ സൈഡിൽ നിന്നുള്ള വ്യൂ വരയ്ക്കണം. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത് സെക്കൻഡ് യൂണിറ്റിനകത്തുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ടോപ്പ് ഹാഫ് സെക്ഷണൽ എലിവേഷൻ ആൻഡ് എൻഡ് വ്യൂ ഫ്രം ലെഫ്റ്റ് സൈഡ്. ഇത് 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക്. അതിൻ്റെ ചോയ്സായിട്ട് വരുന്നത് ഒരു ഫ്ലാഞ്ചഡ് കപ്ലിംഗ് ആണ്. ഐസോമെട്രിക് ഫ്ലാഞ്ചഡ് കപ്ലിംഗ് ഈസ് ഷോൺ ഇൻ ഫിഗർ 2. ഡ്രോ ടോപ്പ് ഹാഫ് സെക്ഷണൽ എലിവേഷൻ ആൻഡ് എൻഡ് വ്യൂ ഫ്രം ദി ലെഫ്റ്റ് സൈഡ്. ഇത് അതുപോലെ തന്നെയാണ്. എലിവേഷൻ്റെ ടോപ്പ് ഹാഫ് സെക്ഷനും ഒരു എന്താണ് സൈഡ് വ്യൂവും ലെഫ്റ്റ് സൈഡ് വ്യൂവും വരയ്ക്കണം. അപ്പോൾ ഇതാണ് നക്കിൾ ഇത് ഫ്ലാഞ്ചഡ് കപ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്ലാഞ്ചഡ് കപ്ലിങ്ങിൽ നമുക്കിവിടെ ഒരു ക്വാർട്ടർ പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിൽ എന്താണ് ടോപ്പ് ഹാഫ് സെക്ഷൻ്റെ എലിവേഷനാണ് നമുക്ക് വരയ്ക്കേണ്ടത്. പിന്നെ LHS വ്യൂവും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വ്യൂ വരയ്ക്കണം. ഇത്രയാണ് അതിനകത്ത് സെക്കൻഡ് യൂണിറ്റിനകത്തുള്ള ക്വസ്റ്റ്യൻ. നമ്മൾ തേർഡ് യൂണിറ്റിനകത്ത് പോകുമ്പോഴത്തേക്ക് ഡീറ്റെയിൽഡ് വ്യൂ ഓഫ് footstep bearing is shown in figure 3. Assemble the parts and draw right half sectional elevation and plan. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് തേർഡ് യൂണിറ്റിനകത്തുള്ളത്. അപ്പോൾ ഇതിൽ ഒരു ഫുട്സ്റ്റെപ്പ് ബിയറിംഗ് ഡിസസംബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് അസംബിൾ ചെയ്ത് പാർട്സ് അസംബിൾ ചെയ്ത് നമ്മുടെ റൈറ്റ് ഹാഫ് സെക്ഷൻ്റെ എലിവേഷൻ വരയ്ക്കണം. അതുകൂടാതെ പ്ലാൻ വ്യൂ വരയ്ക്കണം. അതിൻ്റെ ചോയ്സായിട്ട് വരുന്നത് സ്റ്റഫിംഗ് ബോക്സ് ആണ്. ഡീറ്റെയിൽഡ് വ്യൂസ് ഓഫ് എ സ്റ്റഫിംഗ് ബോക്സ് ഇൻ ഷോൺ ഇൻ ഫിഗർ 4. അസംബിൾ ദ പാർട്സ് ആൻഡ് ഡ്രോ റൈറ്റ് ഹാഫ് സെക്ഷൻ എലിവേഷൻ ആൻഡ് പ്ലാൻ. അപ്പോൾ ഈ രണ്ടിൽ നമുക്ക് അസംബിൾ ചെയ്ത് വരയ്ക്കേണ്ട അല്ലെങ്കിൽ
അസംബ്ലിങ് ആണ് അതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് 2 ക്വസ്റ്റ്യന് 40 മാർക്കാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ആൻസർ ചെയ്യണം. ചോയ്സായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക, 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് നമ്മൾ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്നത് ഫുഡ് സ്റ്റെപ്പ് ബിയറിംഗ് ആണ്. ഫുഡ് സ്റ്റെപ്പ് ബിയറിങ്ങിൻ്റെ കമ്പോണൻസ് പല കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്ത് അസംബിൾ ചെയ്ത് വരയ്ക്കണം. ഇതിൽ ഓരോ കമ്പോണൻസ് നമുക്കിവിടെ എന്താണ് ബ്ലോക്ക് ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. പാർട്ട് നെയിം ആണ്. ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ബ്ലോക്ക്, 2 എന്ന് പറയുന്നത് ബുഷ്, 3 പാഡ്, 4 സ്നഗ്, 5 ഷാഫ്റ്റ് എൻഡ്. അപ്പോൾ ഇത്രയും കമ്പോണൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഓരോ ഡയമെൻഷൻസ് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇതിനെ നമ്മൾ പ്ലേസ് ചെയ്യണം. ഈ അസംബ്ലിയിൽ ഈ നമ്മൾ ബ്ലോക്കിനകത്തേക്ക് ഫസ്റ്റ് ഏത് കമ്പോണൻ്റായിട്ട് ആണ് ഇൻസേർട്ട് ചെയ്യേണ്ടത് അത് നമ്മൾ നോക്കുക. അപ്പോൾ ഇവിടെ ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഡയമീറ്റർ ഇൻസൈഡ് ഔട്ട്സൈഡ് ഡയമീറ്റർ നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ ഏത് കമ്പോണൻസ് ആണ് ആദ്യം വയ്ക്കേണ്ടത് അതിനെക്കുറിച്ച് ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫിഗർ നമുക്ക് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ 3rd യൂണിറ്റിലെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റഫിംഗ് ബോക്സ് ആണ്. അപ്പോൾ സ്റ്റഫിംഗ് ബോക്സിൻ്റെ ഡിസസംബിൾ ചെയ്ത വ്യൂ ആണ്. അത് അസംബിൾ ചെയ്തിട്ട് നമ്മൾ വരയ്ക്കണം. അതിൻ്റെ കമ്പോണൻസ് ഒക്കെ തന്നിട്ടുണ്ട്. അതിലും ബോഡി ഉണ്ട്, രണ്ടാമത്തെ ഗ്ലാൻഡ് ഉണ്ട്, മൂന്നാമത്തെ നട്ട് ഉണ്ട്, 2 നമ്പേഴ്സ്, അതുപോലെ എന്താണ് നെക്ക് ബുഷ് ഉണ്ട്, പിസ്റ്റൺ റോഡ് ഉണ്ട്, സ്റ്റഡ് ഉണ്ട്. അപ്പോൾ ഇത് അസംബിൾ ചെയ്ത് വരയ്ക്കണം. സ്റ്റഫിംഗ് ബോക്സ് വരയ്ക്കണം. ഇതിൻ്റെ അസംബ്ലി ആണ് വരയ്ക്കേണ്ടത്, 40 മാർക്ക്. അപ്പോൾ ഇത് 3ാമത്തെ മോഡ്യൂളിലുള്ള 2 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഫുഡ് സ്റ്റെപ്പ് ബിയറിങ്ങും സ്റ്റഫിംഗ് ബോക്സും രണ്ടിൻ്റെയും അസംബ്ലി വ്യൂ ആണ് തന്നിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം, 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത് നമ്മൾ 4th ലാസ്റ്റ് യൂണിറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് യൂണിറ്റ് 4 ആണ്. ഇതിനകത്ത് കുറേ സിമ്പിൾസ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ ഡ്രോ ദ വെൽഡിങ് സിമ്പിൾസ് ഓഫ് ദി ഫോളോയിങ്: പ്ലഗ് വെൽഡ്, സ്പോട്ട് വെൽഡ്, സീം വെൽഡ്, സ്ക്വയർ ബട്ട് വെൽഡ്, ഫില്ലറ്റ് വെൽഡ്. ഈ ഇത്രയും വെൽഡിൻ്റെ സിമ്പിൾ വരയ്ക്കുക, അല്ലെങ്കിൽ വാൽവിൻ്റെ സിമ്പിൾസ്. അതും സിംഗിൾ ലൈൻ ഓർത്തോഗ്രാഫിക് സിമ്പിളാണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഗേറ്റ് വാൽവ്, ഗ്ലോബ് വാൽവ്, ചെക്ക് വാൽവ്, ആംഗിൾ വാൽവ്, ക്രോസ് ഓർ 3-വേ വാൽവ്. അപ്പോൾ ഇത്രയും വാൽവിൻ്റെ അല്ലെങ്കിൽ വെൽഡിൻ്റെ സിമ്പിൾ വരയ്ക്കുക. ഇത് 15 മാർക്ക്. അപ്പോൾ ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് യൂണിറ്റിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, സെക്കൻഡ് യൂണിറ്റിനകത്ത് 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 3rd യൂണിറ്റിനകത്ത് 40 മാർക്ക്, അതുപോലെ ലാസ്റ്റ് യൂണിറ്റിനകത്ത് 15 മാർക്ക്. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇനി ഇതിലത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് 3rd യൂണിറ്റിലാണ്. 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാനുണ്ടാവും. അപ്പോൾ അത് എന്താണ് അസംബ്ലി ഡ്രോയിങ്ങിനാണ് ആ മാർക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ ഈ കമ്പോണൻസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അസംബ്ലി വ്യൂ നോക്കുമ്പോൾ ഇതേത് കമ്പോണൻസ്, ഇപ്പോൾ ഇത് നമ്മൾ ഫുഡ് സ്റ്റെപ്പ് ബിയറിംഗ് ആണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത് പറയുന്നത് ഇതിൻ്റെ ഡയമെൻഷൻസ് ആദ്യമേ നമ്മൾ നോക്കുക, കമ്പയർ ചെയ്യുക. ഡയമെൻഷൻസ് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ 80H7 ഇൻസൈഡ് എന്താണ് ഡയമീറ്റർ. ഈ H7 എന്ന് പറയുന്നത് ടോളറൻസ് ആണ്. അപ്പോൾ 80 എന്ന് പറയുന്ന ഡയമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ H7 ഇവിടെ നമുക്കിവിടെ ആവശ്യമില്ല, നമ്മൾ അതിനെക്കുറിച്ച് ബോധമില്ല. അതിൻ്റെ ഡയമീറ്റർ മാത്രം നോക്കുക. എന്നിട്ട് ഓരോ ഇവിടെ ഇതിൻ്റെ ഇതെന്താണ്, ഇത് എലിവേഷൻ വ്യൂവും ഇത് പ്ലാൻ വ്യൂ ആണ്. പ്ലാൻ വ്യൂവിൽ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ എന്തെങ്കിലും ഡയമീറ്റർ തന്നിട്ടില്ലെങ്കിൽ ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡയമീറ്റർ 84 എന്ന് തന്നിട്ടുണ്ട്, ഔട്ട്സൈഡ് ഡയമീറ്റർ 120 എന്ന് തന്നിട്ടുണ്ട്. സ്നഗിൻ്റെ പൊസിഷൻ ഡയമീറ്റർ എന്താണ് 6 ആണ്. അപ്പോൾ ഇവിടെ നമുക്കത് മനസ്സിലാവും, ആ പോർഷനിലാണ് സ്നഗ് വരേണ്ടതെന്ന് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഈ സ്നഗ് തന്നിട്ടുണ്ട്. അപ്പോൾ സ്നഗിൻ്റെ ഡയമീറ്റർ 6 അതായത് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഡയമീറ്റർ 6 ആണ്. അപ്പോൾ അവിടെ ആ സ്ലോട്ടിൽ സ്നഗ് വരണം, അത് നമുക്ക് മനസ്സിലായി. ഇനി ഇതിനകത്ത് അവിടെ ഒരു പാഡ് അഥവാ ഡിസ്ക് ഉണ്ട്. അപ്പോൾ ഈ ഡിസ്കിൻ്റെ ഈ ഔട്ടർ പോർഷനിൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ് സ്നഗ് ഇൻസേർട്ട് വരുന്ന ഒരു ലൊക്കേഷനുണ്ട്. അതുകൂടാതെ ഇവിടെയും ഒരു ലൊക്കേഷനുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഡിസ്ക്
ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യും. ഈ ഫുഡ് സ്ട്രിപ്പ് ബിയറിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു റൊട്ടേറ്റിംഗ് ഷാഫ്റ്റിനെ വെർട്ടിക്കലായിട്ടുള്ള റൊട്ടേറ്റിംഗ് ഷാഫ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ ആ ഷാഫ്റ്റ് ഈ എൻഡിൽ വന്ന് എന്താണ് ഇവിടെ വന്ന് ഇരിക്കും. അപ്പോൾ ഈ ഡിസ്ക് നമ്മൾ ആദ്യം ഇവിടെ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ അത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്നഗ് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ പുറത്താണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ബുഷ് ഇൻസേർട്ട് ചെയ്യുന്നത്. ബുഷ് ഇൻസേർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ നമുക്ക് അവിടെ എന്താണ് തേയ്മാനം അല്ലെങ്കിൽ വിയറിങ് ഉണ്ടാകുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ വിയറിങ് സംഭവിക്കുന്ന സമയത്ത് ബുഷിനെ മാത്രം റീപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് ഫിറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു പാഡ്, ഇവിടെ താഴെ ഒരു പാഡ് വയ്ക്കും. എന്നിട്ട് പാഡ് വെച്ചതിന് ശേഷം ഈ ഡിസ്ക് ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ രീതിയൊക്കെ എന്താണ് മാച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇവിടെ വരുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡയമീറ്റർ ഇൻസൈഡ് 60 ഉണ്ട്, ഇവിടെ എത്രയുണ്ട് ഡയമീറ്റർ 76, ഇത് ഇൻസൈഡ് ഡയമീറ്റർ 60 ആണ്. ഈ 60 എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഈ ഷാഫ്റ്റ് പോകുന്നതുകൊണ്ട് ഈ ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ 60 ആണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇവിടെ ഈ ഷാഫ്റ്റ് ഇതിനകത്തൂടെ പാസ് ചെയ്ത് പോകും. എന്നിട്ട് ഇതിൻ്റെ ഔട്ടർ ഡയമീറ്ററൊക്കെ നോക്കുക 80, ഇത് ഇവിടെ നോക്കി 80, ഇത് 80 ആണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇതിന് ഈ പോർഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഇൻസേർട്ട് ആവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ എന്താണ് പാഡ് ആദ്യം പ്ലേസ് ചെയ്യുക, സ്നഗ് വയ്ക്കുക, സ്നഗ് വെച്ചതിന് ശേഷം പാഡ് പ്ലേസ് ചെയ്യുക, അതിനുശേഷം എന്താണ് ഈ ബുഷ് ഇൻസേർട്ട് ചെയ്യുക. അത്രയേ ഉള്ളതിനകത്ത്. പിന്നെ ഷാഫ്റ്റ് കാണിക്കുക, വേണമെങ്കിൽ ഷാഫ്റ്റ് കാണിക്കുക. അപ്പോൾ ഇങ്ങനെ ഇത്രയും വരുന്നതാണ് ഇതിൻ്റെ അസംബ്ലി എന്ന് പറയാം. നമ്മൾ അതിൻ്റെ ആൻസർ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ അസംബ്ലി വ്യൂ എന്ന് പറയുന്നത്. അതാണ് ഫുഡ് സ്ട്രിപ്പ് ബിയറിംഗിൻ്റെ അസംബ്ലി വ്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇൻ ടേംസ് ഓഫ് ഡി ആണ് ഇവിടെ വാല്യൂസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. അങ്ങനെയല്ല, നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് കറക്റ്റ് എത്രയാണോ ഫിഗറിലുള്ള ഡയമെൻഷൻസ്, ആ ഡയമെൻഷൻസ് കൊടുത്തിട്ട് അസംബ്ലി ചെയ്യും. ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് പാഡാണ്, അത് കൂടാതെ ഇതെന്താണ് ബുഷാണ്, ഇത് ഷാഫ്റ്റാണ്, ഇത് ബ്ലോക്ക്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അസംബ്ലി, ഇതിൻ്റെ പ്ലാൻ വ്യൂ. അപ്പോൾ ഇത് ഇത്രയും രണ്ട് വ്യൂസിനും കൂടെയാണ് 40 മാർക്ക് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് നട്ടും ബോൾട്ടും ഉള്ള അസംബ്ലി ആയിരുന്നു. അപ്പോൾ അസംബ്ലി, അതിൻ്റെ അസംബ്ലി വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇത് എന്താണ് ബോൾട്ട് ഇൻസേർട്ട് ചെയ്തു, 2 പ്ലേറ്റ്, ഒരു പ്ലേറ്റിൻ്റെ mm 29 ആണ്, അങ്ങനെയുള്ള 2 പ്ലേറ്റ്. ഇവിടെ ഹാച്ചിങ് കൊടുക്കണം, 2 ഡയറക്ഷനിൽ ഹാച്ചിങ് കൊടുക്കണം. അപ്പോൾ ഹാച്ചിങ് കൊടുത്ത് വേണം നിങ്ങൾ വരയ്ക്കാൻ വേണ്ടി. അപ്പോൾ അത് 2 പ്ലേറ്റ് ഉണ്ട്, ബോൾട്ട് ഇൻസേർട്ട് ചെയ്തു, ഇവിടെ ഒരു നട്ടുണ്ട്. ഇതിൻ്റെ നട്ട് എങ്ങനെ വരയ്ക്കും, ബോൾട്ട് എങ്ങനെ വരയ്ക്കും എന്നുള്ളത് M20 സൈസിന് അതിൻ്റെ കൺസ്ട്രക്ഷൻ ഉണ്ട്, അത് നോക്കിയിട്ട് വേണം വരയ്ക്കാൻ. കൂടാതെ ഈ പ്ലേറ്റ് എന്താണ് വാഷർ എന്ന് പറയുന്നത് അതിനും സ്റ്റാൻഡേർഡ് M20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 20 എന്ന് പറയുന്നത് ഡയമീറ്ററാണ്. ആ ഡയമീറ്ററിൻ്റെ വാല്യൂ എടുത്തിട്ട് നമുക്ക് വാഷറിൻ്റെ സൈസ് കണ്ടുപിടിക്കാം. അതുപോലെ നട്ടിൻ്റെയും ബോൾട്ടിൻ്റെയും എല്ലാം ബാക്കിയുള്ള വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. വാഷറിൻ്റെ ഔട്ടർ ഡയ എന്ന് പറയുന്നത് 2D+3 ആണ്. വാഷറിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 0.12D ആണ്. അങ്ങനെ വെച്ചിട്ട് അസംബ്ലി വരയ്ക്കുക. ഇനി ഇത് ബോൾട്ടിൻ്റെ ലെങ്ത്, ടോട്ടൽ ലെങ്ത് 85 ആണ്, ത്രെഡഡ് പോർഷൻ്റെ ലെങ്ത് 40 ആണ്. അങ്ങനെ വെച്ചിട്ട് ഇത് അസംബ്ലി വരയ്ക്കുക. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ഡബിൾ റിവറ്റഡ് 6-ആഗ് ടൈപ്പ് ലാബ് ജോയിൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ഈ 2 എന്താണ് ഒരു സെക്ഷണൽ എലിവേഷനും കൂടാതെ ഒരു പ്ലാൻ വ്യൂ ഉണ്ട്. 6-ആഗ് എന്ന് പറയുന്നത് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് 6-ആഗ് എന്ന് പറയുന്നത്. സെയിം ലൈനിലാണെങ്കിൽ ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഡയഗണലി പ്ലേസ് ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറേ പിച്ചുണ്ട്, ഡയഗണൽ പിച്ചുണ്ട്, അതുപോലെ ട്രാൻസ്വേഴ്സ് പിച്ചുണ്ട്. ട്രാൻസ്വേഴ്സ് പിച്ച് എന്ന് പറയുന്നത് ഇതാണ് PT = 2D എന്ന് പറയുന്നത്. അതുപോലെ ലോഞ്ചിറ്റ്യൂഡിനൽ പിച്ച് ഉണ്ട്, P = 3D എന്ന് പറയുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ പിച്ച്, ഡയഗണൽ പിച്ച്, PD ഉണ്ട്. അപ്പോൾ ഇത്രയും വാല്യൂസ് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ ഇത് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്യുക. ഇത് ഒന്നുകിൽ ബോൾട്ടിൻ്റെ വരയ്ക്കുക, അല്ലെങ്കിൽ റിവറ്റിൻ്റെ വരയ്ക്കുക. ഇത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, നക്കിൾ ജോയിൻ്റ് ആണ്. നക്കിൾ ജോയിൻ്റെ ടോപ്പ് സെക്ഷൻ്റെ എലിവേഷൻ എന്ന് പറഞ്ഞാൽ ഈ സെൻട്രൽ ലൈനിൻ്റെ മേളിൽ, അതാണ്
ടോപ്പ് ഹാഫ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സെൻട്രൽ ലൈനിൻ്റെ താഴെയാണെങ്കിൽ ബോട്ടം ഹാഫ് സെക്ഷൻ എലിവേഷൻ ആണ്. അപ്പോൾ ഈ സെൻട്രൽ ലൈനിൻ്റെ മേളിലാണ് ഇപ്പോൾ സെക്ഷൻ ചെയ്ത് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു എന്താണ് ഷാഫ്റ്റിൻ്റെ ജോയിൻ്റ് ആണ്, നക്കിൾ ജോയിൻ്റ് എന്ന് പറയുന്നത്. സർക്കുലർ ക്രോസ് സെക്ഷനുള്ള രണ്ട് ഷാഫ്റ്റിൻ്റെ എന്താണ് ജോയിൻ്റ്, അല്ലെങ്കിൽ ആ രണ്ട് ഷാഫ്റ്റുകൾ ജോയിൻ ചെയ്യുന്ന അസംബ്ലിയാണ്. അപ്പോൾ അതിന് നമുക്ക് തന്നിരിക്കുന്ന ഐസോമെട്രിക് വ്യൂ നോക്കിയിട്ട് ഡയമെൻഷൻസ് നോക്കി വരയ്ക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ T1 T2 D1 D2. അപ്പോൾ ഇത് നമ്മൾ ബോദർ ചെയ്യേണ്ട കാര്യമില്ല. ഇതിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂ എത്ര ആണോ കറസ്പോണ്ടിങ് വാല്യൂ വെച്ചിട്ട് വരയ്ക്കുക. അല്ലെങ്കിൽ അതിന് ചോയ്സ് ആയിട്ട് വരുന്നതാണ് കപ്ലിംഗ് എന്ന് പറയുന്നത്. ഫ്ലാഞ്ച്ഡ് കപ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എന്താണ് ഐസോമെട്രിക് വ്യൂ തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെൻട്രൽ ലൈനിൻ്റെ മേളിലേക്ക് ഉള്ള പോർഷനാണ് എന്താണ് സെക്ഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ടോപ്പ് ഹാഫ് സെക്ഷൻ്റെ എലിവേഷൻ ആൻഡ് LHS വ്യൂ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നുള്ള വ്യൂ. നമ്മൾ പറഞ്ഞത് ആദ്യം പറഞ്ഞ ഫുഡ് സ്ട്രിപ്പ് ബിയറിംഗ് ആണ് അതിൻ്റെ അസംബ്ലി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റഫിംഗ് ബോക്സ് ആണ്. സ്റ്റഫിംഗ് ബോക്സിൻ്റെ അസംബ്ലി. സ്റ്റഫിംഗ് ബോക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് സ്റ്റഫിംഗ് ബോക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡിസസംബിൾ ചെയ്തിരിക്കുന്ന പാർട്ടാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള സ്റ്റഫിംഗ് ബോക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റീം എഞ്ചിൻ കമ്പോണൻ്റ് ആണ്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ മേളിൽ ഉപയോഗിക്കുന്ന ഒരു അസംബ്ലിയാണ്. അപ്പോൾ സ്റ്റീം എസ്കേപ്പ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു അസംബ്ലിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഈ ബോഡി എന്ന് പറയുന്ന പാർട്ടാണ്. ഇവിടെ നമുക്ക് കുറേ ടോളറൻസ് കാണിച്ചിട്ടുണ്ട്. 542H9, 534H8. അപ്പോൾ ഇത് ടോളറൻസ് ഉൾപ്പെടെയാണ് ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഈസി എന്ന് പറയുന്നത് ടോളറൻസ് നോക്കി വരയ്ക്കുകയാണെങ്കിൽ ടോളറൻസ് നോക്കി അത് വരയ്ക്കേണ്ടി വരും. അത് നമുക്ക് ഏറ്റവും ഈസി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഇതിൻ്റെ ഡയമീറ്റർ മാത്രം നോക്കുക. ഡയമീറ്റർ 42 ആണ് വരുന്നതെങ്കിൽ അവിടെ ഇൻസൈഡ് ഡയമീറ്ററും ഔട്ട്സൈഡ്, ഇവിടെ ഫസ്റ്റ് നമുക്കിവിടെ ഇൻസൈഡ് ഡയമീറ്റർ നോക്കുക, ഇതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്സൈഡ് ഡയമീറ്റർ നോക്കുക. ഇതിൽ ഡയമീറ്റർ മാച്ച് ചെയ്യുന്ന പോർഷൻസ് എന്ത് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ അപ്പോഴാണ് അസംബ്ലി ആവുന്നത്. ഇതിൽ ഏറ്റവും ബോട്ടത്തായിട്ട് നെക്ക് ഉണ്ട്, നെക്ക് ബുഷ് എന്ന് പറഞ്ഞാൽ. ഈ നെക്ക് ബുഷ് വരുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഈ പോയിന്റിലാണ് നെക്ക് ബുഷ് വരുന്നത്. അവിടെ നമ്മൾ ഡയമീറ്റർ 34, ഇവിടെ 34 ഈ കാണിച്ചിരിക്കുന്ന ഏറ്റവും ഇൻസൈഡ് ആയിട്ടുള്ള ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഡയമീറ്റർ 34 കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പോയിന്റിലാണ് എന്ത് ചെയ്യുക, ഈ നെക്ക് ബുഷ് വരുന്നത്. നെക്ക് ബുഷ് ആദ്യം ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് അതിനുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത് ഇനി നമുക്ക് വരയ്ക്കേണ്ടത് ഇതിന് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്തൂടെ ഒരു പിസ്റ്റൺ റോഡ് പാസ് ചെയ്ത് പോകും. ഈ നെക്ക് ബുഷിനകത്തുകൂടി ഈ പിസ്റ്റൺ റോഡ് ഡയമീറ്റർ 24 ഉള്ള ഈ റോഡ് പാസ് ചെയ്ത്, അതാണ് ഇവിടെ ഇൻസൈഡ് നമുക്ക് ഡയമീറ്റർ 24 ഡയ 24 കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുകൂടെയാണ് പിസ്റ്റൺ റോഡ് പാസ് ചെയ്ത് പോകുന്നത്. ഈ അസംബ്ലി ചെയ്യുന്ന സമയത്ത് ഈ പിസ്റ്റൺ ഇവിടെ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് പിസ്റ്റൺ വരച്ചെന്ന് വെച്ചോ. അപ്പോൾ പിസ്റ്റൺ വരച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത് പ്ലേസ് ചെയ്യേണ്ട സാധനം എന്ന് പറയുന്നത് ഈ കമ്പോണൻ്റ് ആണ്, ഗ്ലാൻഡ്. ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വരും. അപ്പോൾ ഇത് നമ്മൾ ടോട്ടൽ 80 ഡിസ്റ്റൻസ് ഉണ്ട്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് മുതൽ ഇതുവരെ 45 ആണ്, 12 ആണ്. ഇതിലൊരു 5 mm എങ്കിലും ഒരു അകത്തേക്ക് ഇറങ്ങിയിരിക്കുന്ന രീതിയിൽ വേണം ഇത് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ പിസ്റ്റണും ഈ പോയിന്റിനും ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ നമ്മൾ ഫില്ല് ചെയ്യുന്നത് ചാർക്കോൾ അതുപോലുള്ള സാധനങ്ങളാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ പിസ്റ്റണിന് ഇടയ്ക്കും ഈ കമ്പോണന്റിന് ഇടയ്ക്കും നമ്മൾ ഫില്ല് ചെയ്യുന്നത് ഒരു ഫില്ലർ മെറ്റീരിയലാണ് ഇൻസേർട്ട്. അതിൻ്റെ മുകളിൽ ഈ കമ്പോണന്റ് വയ്ക്കും. എന്നിട്ട് രണ്ട് സൈഡിലും ഇവിടെ നമ്മൾ കാണുന്ന രണ്ട് ഹോളിനകത്തൂടെ സ്റ്റഡ്, ഈ കാണിച്ചിരിക്കുന്ന സ്റ്റഡ് വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് അതിൻ്റെ അസംബ്ലി എന്ന് പറയുന്നത്. ഏറ്റവും താഴെ കാണിച്ച നമ്മൾ ബോഡിയുണ്ട്, അതുപോലെ ഈ കാണിച്ചിരിക്കുന്ന കമ്പോണൻ്റ് എന്താണ് ബുഷ്, ബോട്ടം ബുഷ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫില്ലർ മെറ്റീരിയൽ, ഇനി ടോപ്പിൽ വരുന്ന കമ്പോണൻ്റ്. അങ്ങനെ ഇത് അസംബ്ലി ചെയ്തതിന് ശേഷം ഇതിനെന്ത് ചെയ്യുക, ഇത് കാണിച്ചിരിക്കുന്ന സ്റ്റഡാണ്, സ്റ്റഡ് അസംബ്ലി വെച്ച് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സ്റ്റഫിംഗ് ബോക്സിൻ്റെ
അസംബ്ലി എന്ന് പറയുന്നത്. ഡയമെൻഷൻസ് എല്ലാം ഇവിടെ ഈ പോയിന്റിൽ നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും. ഇവിടെ എന്താണ് ഒരു 5 നിയർലി 5 mm ആണ് ഇവിടെ നമുക്ക് വരുന്നത്. ആ സ്ലാൻഡിങ്, ഇവിടെ ഒരു സ്ലാൻഡിങ് ഉണ്ട്. ഈ പോയിന്റ്, അപ്പോൾ ഇത് ഇത്രയും മാത്രമാണ് എന്ത് ചെയ്യുക, അതിനകത്തോട്ട് ഈ പോയിന്റിലോട്ട് ഇറങ്ങിയിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്പോണൻറ്റിൻ്റെ ഇത്രയും സാധനം, അതിന് നമ്മൾ ഗ്ലാൻഡ് എന്ന് പറയാം. ഗ്ലാൻഡ് ഇറങ്ങിയിരിക്കുന്ന പോയിന്റ് ഇത് ഇത്രയും വരും, ഒരു നിയർലി 5 mm ഉണ്ടാവും. അപ്പോൾ ഇതാണ് സ്റ്റഫിംഗ് ബോക്സിൻ്റെ അസംബ്ലി എന്ന് പറയുന്നത്, അതിൻ്റെ അസംബ്ലി. ഇനി പറഞ്ഞ ലാസ്റ്റ് ക്വസ്റ്റ്യൻസിൻ്റെ സിമ്പിളാണ് പ്ലഗ് വെൽഡിൻ്റെ സിമ്പിൾ, സ്പോട്ട് വെൽഡിൻ്റെ സിമ്പിൾ, സീം വെൽഡ്, സ്ക്വയർ ബെഡ് വെൽഡ്, ഫില്ലറ്റ് വെൽഡ്. അതുകൂടാതെ ഗേറ്റ് വാൽവിൻ്റെ സിമ്പിൾ, ഗ്ലോബ് വാൽവ്, ചെക്ക് വാൽവ്, ആംഗിൾ വാൽവ്, ക്രോസ് ഓർ 3-way വാൽവ്. ഇത്രയുമാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്.